Hey guys, welcome back to my channel. ഞങ്ങൾ നാട്ടിലെ സുഖവാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണേ. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാനിവിടെ കാണുമ്പോൾ ഇദ്ദേഹം ഇവിടെ കാണത്തില്ല. ഇദ്ദേഹം പണിക്ക് പോവുകയാണ് അല്ലേടാ. വന്നിട്ട് 6-7 മാസമായി. സോ ഇനി എല്ലാവരും ഇപ്പൊ ചോദിക്കണം എപ്പോഴാ പോണേ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചിഞ്ചു ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് വന്ന ഒരു ചാൻസ് അല്ലേ ചിഞ്ചു. ആൻഡ് ഒരു ഇതെന്നാന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് ഇതെല്ലാം ഇവന്റെ ശരിയായത്. അപ്പം ലാസ്റ്റായിട്ട് മുന്നൊന്ന് കാണാനും പറ്റി. ലാസ്റ്റായിട്ട് നീ എന്തോ ഓണനും അങ്ങനെയല്ല ഇപ്പം ഈ വർഷത്തെ ലാസ്റ്റ് പ്രാവശ്യം കാണാൻ പോവാ. ജനുവരിയിൽ എന്തോ വന്നത്, ഇതുവരായിട്ടും പോയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ അടുത്ത കൊല്ലല്ലേ കാണാൻ പറ്റുള്ളൂ. ചുമ്മാ അങ്ങനെ പണി കിട്ടി. ഞാൻ ഇന്നലെ ആ സിസ്റ്റർ ചേച്ചി എന്നോട് പറഞ്ഞു ഇവിടെ മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ റിംഗ് എടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന റിംഗ് എടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ ഊരാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ സന്തോഷം. ഇത് ജോലിക്ക് പോയി കഴിയുമ്പോ പിന്നെ എല്ലാരും മിസ് ചെയ്ത പോകും. അതായിരിക്കും പാവം. ഇപ്പൊ ഒരുപാട് പ്രസൻസ് ആയ ആർക്കും എന്റെ വിലയില്ല. ഇത്രയും നാളെ ഇവിടെ നിന്നിട്ട് തിരിച്ചങ്ങോട്ടേക്ക് പോകാനൊരു തോന്നുന്നുണ്ടോ, അതോ മടിയാണോ, വിഷമമുണ്ടോ, എങ്ങനെയാണ്? പൈസ ഉണ്ടാക്കട്ടെ. 16 Pro Max ഒക്കെ മേടിക്കാൻ ഫണ്ട് വേണമല്ലോ. നെക്സ്റ്റ് വ്ളോഗ് ഞാൻ എടുക്കുമ്പോൾ 16 Pro Maxലായിരിക്കും എടുക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നല്ലതാ ഫോണിന്റെ കാര്യത്തില്. അപ്പോ ഒരു നല്ല സംഭവം ഞാൻ റീസെയിൽ ചെയ്താലും നല്ല ഫണ്ട് കിട്ടും. ഇത്ര സ്നേഹമുള്ള ഒരു അനിയൻ. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണും ഈ അനിയൻ മേടിച്ചു തന്നതാണ്. സോ ഗൈസ്, നമ്മളിന്ന് ഇവിടുന്ന് പോവുകയാണ്. ഇനിയിപ്പോ നമ്മുടെ വീടുകളിൽ ഫങ്ഷൻസും കല്യാണങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം ഇനിയിപ്പോ നമുക്ക് ട്രിവാൻഡ്രത്ത് പോയിട്ട് കാണാം. സോ ഞാൻ എൻ്റെ റൂം ക്ലോസ് ചെയ്യാണ്. എനിക്ക് എപ്പോഴും ഭയങ്കര വിഷമമായി റൂം ക്ലോസ് ചെയ്യുമ്പോൾ. ബൈ. ഹലോ. ഇറങ്ങാം താഴത്തേക്ക്. സോ ഗൈസ്, ഞങ്ങൾ എല്ലാവരും ഇപ്രാവശ്യം എന്നെ അപ്പനെ കൊണ്ടാക്കാൻ വേണ്ടി എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും വെച്ചാൽ അച്ഛനില്ല കേട്ടോ. അച്ഛന് വരാൻ പറ്റില്ല. അച്ഛൻ വീട്ടിലേ ഇല്ല, ഓണത്തിന് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം അമ്മ വരുന്നുണ്ട് കൂടെ. റെയിൽവേ സ്റ്റേഷനിൽ വരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കാണാൻ പോകുന്നുണ്ട്. സോ ഞാനങ്ങ് ഉഗാണ്ടയിലേക്കൊന്നുമല്ല പോകുന്നത്, ഇന്ത്യ വിട്ടുമല്ല പോകുന്നത്, തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഈച്ച് ആൻഡ് എവറി ടൈം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ശോകം ഫീൽ ഉണ്ടാവുമല്ലോ. ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ വേറെ എവിടെയല്ല പോകുന്നത്, അടുത്ത് തന്നെയാണ്, വെറും 150 കിലോമീറ്റർ അപ്പുറത്താണ്. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് ബന്ദിപ്പൂവിൻ്റെ അരി എടുത്തിട്ടുണ്ട് അവിടെ കൊണ്ട് പാകാൻ വേണ്ടിയാണ്. പിന്നെ കഴിഞ്ഞ ഞാൻ കുറച്ച് ഒരാഴ്ച മുന്നേ അവിടെ വന്നിട്ട് പോയായിരുന്നു. അപ്പം അന്ന് വന്നിട്ട് പോയപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ അടുത്ത ആഴ്ച തന്നെ വരുമല്ലോ എന്ന്. ഇനിയിപ്പം ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞേ വരത്തുള്ളൂ. ബിക്കോസ് ഇവരെന്തായാലും ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ, അത്ര ദൂരമൊന്നും അല്ലല്ലോ. പക്ഷെ എന്നാലും വീട്ടിൽ നിന്ന് എപ്പോഴും പോകുമ്പോഴും നമുക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികം. ബട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പോകുമ്പോൾ സെറ്റാവും. ദിസ് ഇസ് ഫ്രം ട്രിവാൻഡ്രം. ഇത് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് എന്നെ പെണ്ണ് കാണാനാണോ ചെറുക്കാൻ കാണാനാണോ എന്തിനാണോ അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് അന്ന് ചെറുക്കം കാണലിന് പോയപ്പോൾ കൊണ്ടുവന്ന ചെടിയത്. ആ ഒരു ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നതാണ്. അയ്യോ നല്ല വെയിൽ. ഇതോ താണ്ട് നിൽക്കണം എൻ്റെ ഹസ്ബൻഡ്. ഗൈസ്, എങ്ങനെയും ഇവിടെ നിന്ന് ഓടിപ്പോയാൽ മതി എന്നുള്ള ഫീലിലാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സ്റ്റേഷനിലേക്ക്. അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്, എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ. ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഹെയർ ടെക്സ്ചർ മാറും, കോട്ടയത്ത് വരുമ്പം ടെക്സ്ചർ മാറും. പക്ഷേ ആക്ച്വലി എനിക്ക് ഈ ഒരു സ്റ്റൈലിൽ മുടി കിടക്കുന്നതാണ് ഭയങ്കര ആഗ്രഹം. ബട്ട് ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ എൻ്റെ ഹെയർ ടെക്സ്ചർ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഡ്രൈ. എനിക്കറിയത്തില്ല, ക്ലൈമറ്റിക് കണ്ടീഷൻസ്, വെതർ ചേഞ്ച്, ഇതൊക്കെ ആയിരിക്കാം. ആൻഡ് ഞങ്ങൾ അവസാനം സ്റ്റേഷനിലെത്തി. ചിഞ്ചു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ എത്തിയത്, ഒന്നും ലേറ്റ് ഒന്നും ആയില്ല. ശബരി എക്സ്പ്രസ് ആണ് നമ്മൾ പിടിക്കാൻ വേണ്ടി ഇന്ന് പോകേണ്ടത്.
ഞാൻ എങ്ങനെയാണെന്നറിയോ, എനിക്ക് എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും കാറിൽ കയറുമ്പോൾ ഞാൻ അപ്പം കിടന്ന് ഉറങ്ങും. സോ ആ ഒരു ഉറക്കത്തിൻ്റെ ഇതിലാണ് ഞാൻ വന്ന് അവിടെ തന്നെ ഇറങ്ങിയത്. അല്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോകുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാ. ആ ട്രെയിൻ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പ്ലാറ്റ്ഫോം ചാടി ഇപ്പുറത്തോട്ട് വരികയല്ലേ? വേണ്ട, അങ്ങോട്ടാ. അവിടെ നിന്നാണ് അല്ല അല്ല ഞാൻ പറയട്ടെ, അത് എവിടുന്ന് എഴുതിയിട്ടുണ്ട്? ഓ സോറി ഗൈസ്, ട്രിവാൻഡ്രം അങ്ങോട്ടാണ്. അപ്പൊ നമ്മുടെ വണ്ടി വരുന്നത് ഇവിടുന്ന്. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുവായിരുന്നു. അമ്മ അടുത്ത് തൂങ്ങുവാ പുല്ലോ പറയില്ല. എന്തൊരാശയ പറഞ്ഞ ഇപ്പൊ? ഈ ബയോ ഇതല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള, കാരണം നല്ല കാണാൻ പറ്റും. ട്രെയിനിലെ ടോയ്ലറ്റിനെ പറ്റിയാണോ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പം ചെവിയില്? അമ്മ എന്താ പറഞ്ഞേ? I was wondering. What if he's like, yo, and shit. She. Shut up, buddy. ചിഞ്ചു 6 months കഴിഞ്ഞല്ലേ വരുന്നത്? പക്ഷെ 9 months നിക്കണം. അതെന്താടാ നീ AB ആയിട്ടല്ലേ പോകുന്നേ? ടൈം കംപ്ലീറ്റ് ചെയ്യണ്ടേ? എക്സാം കൊടുക്കണ്ടേ? അതല്ല, ഈ ലാസ്റ്റ് ഒരു ഫസ്റ്റ് കോൺട്രാക്ട് കൗണ്ട് ആയില്ലെങ്കിൽ 1 വർഷം കൂടി എക്സ്ട്രാ അടിക്കും. whatever. നീ 9 months കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞു കാണും അല്ലേ? നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഇതിന്റെ അടുത്തേക്ക് ഞാൻ പിള്ളേരോട് ഹെലികോപ്റ്റർ, റിമോട്ട് കൺട്രോൾ കാർ, റിമോട്ട് കൺട്രോൾ ബോട്ട് ഇതൊക്കെ മേടിച്ചിട്ട് ഓൾ ദ ബെസ്റ്റ് കേട്ടോ ചിഞ്ചു. ഇടയ്ക്ക് വിളിക്ക് ഫ്രീ ആവുമ്പോഴൊക്കെ വിളിക്കാം. പിന്നെ ഇനിയിപ്പം ഞാനും പോവാ, ചിഞ്ചും പോവാ. അപ്പൊ അമ്മ വീട്ടിൽ തന്നെ ഇരിക്കും, അമ്മ അച്ഛനും. നിങ്ങളുടെ പ്ലാൻസ് എന്താ? ഞങ്ങൾ രണ്ടുപേരും കൂടി വളരെയധികം എൻജോയ് ചെയ്ത് ജീവിക്കണമെന്നാണ്. എന്തോന്ന് വീട്ടിൽ തന്നെ എൻജോയ് ചെയ്യണം? വീട്ടില് 2 തവണ ഒരേ ഫ്ലോർ തുടയ്ക്കുക, പാത്രങ്ങളൊക്കെ ഒരു 3 വർഷം ഓസിഡി കാരണം കഴുകി വെക്കുക, ഫാനിലൊക്കെ തുടങ്ങുമ്പോ കേറിയിരിക്കുക, എന്നിട്ട് പുറ ഒളുക്കുക, 2-3 ചെടിച്ചട്ടികളൊക്കെ ഒരുമിച്ചെടുക്കുക, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുക, അമ്പലങ്ങള്, പിന്നെ കുളു മണാലി, കാശ്മീര് ഇതൊക്കെ പോയി കാണണം. കുലുമണാലി എവിടെ വരുന്നത്? എവിടെ? വിമാനത്തിന്റെ ബസ്. ചിഞ്ചു പോയിട്ട് വരുമ്പോ കാണാം. ഓക്കെ ചിഞ്ചു, ഓൾ ദ ബെസ്റ്റ്. ഫ്ലോ പോയി. ചിഞ്ചു ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ്. ടേക്ക് 2. ശരി, കാണാം അമ്മ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ എങ്ങനെയും കല്യാണം കഴിച്ചാൽ മതി, അപ്പൂൻ്റെ അടുത്ത് പോയാൽ മതി എന്നായിരുന്നു. കല്യാണം കഴിയുമ്പോഴും അയ്യോ അമ്മ എപ്പോഴാണ് കാണണേ, അച്ഛനെ എപ്പോഴാണ് കാണണേ, ഇത് തന്നെയാണ് എല്ലാവർക്കും. ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഒന്നും സെറ്റായി. ഞങ്ങളുടെ അടുത്തൊന്നും ആരും ഇങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ പോലീസുകാരാണ് ഞങ്ങൾ എടുത്ത് വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. പിന്നെ നേരെ കയറി ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഫുഡ്. ഓൾറെഡി ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നൊരു ബൗലിയാണ്. എനിക്ക് ബൗലി ഭയങ്കര ഇഷ്ടം. സോ ഞങ്ങൾ ജസ്റ്റ് ഒരു സ്നാക്കായിട്ട് കഴിച്ചു. ബിക്കോസ് ഉച്ച സമയമാണ് ഞങ്ങൾ എവിടെ നിന്ന് വേറെ രാവിലെ കഴിക്കാതെയാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഫുഡ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഈ പ്രാവശ്യത്തെ എന്താ പറയുക, നാട്ടിൽ നിന്നപ്പോൾ കുറേ ഒരു വലിയ ഗെറ്റ് ടുഗെദറും കുറേ ഫങ്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വളരെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ ഓൾസോ അപ്പൂൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇത്ര ലൈക്ക്
കുറേ നാൾ കഴിഞ്ഞാണ് ഇങ്ങനെ വന്ന് നിന്നത്. സോ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ.